ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് ടിപ്പ് നോക്കാം. നമ്മളെല്ലാവരും ചന്ദനത്തിരി വെക്കാനായിട്ട് ഇതുപോലത്തെ സ്റ്റാൻഡ് ഉപയോഗിക്കാറുണ്ടല്ലേ. ചില സമയത്ത് ഈ സ്റ്റാൻഡ് നമ്മൾ തപ്പിയാലൊന്നും കാണത്തില്ല. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ, കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ളിടത്ത് അവരത് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടിടും. അപ്പോൾ നമുക്ക് ചന്ദനത്തിരി വെക്കാനായിട്ട് ഇതുപോലെ ഒരു പേനയുടെ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ ഒരു ക്യാപ്പ് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ പേനയൊക്കെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മളിത് കളയാനൊക്കെ വെച്ചിരിക്കുന്ന പേനയുടെ ക്യാപ്പൊക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ബാക്ക് സൈഡിൽ ചെറിയ ഒരു പീസ് സെല്ലോ ടേപ്പ് അല്ല, നമ്മുടെ ഡബിൾ ടേപ്പ് ഉണ്ട്, അത് നമ്മളിതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ രണ്ട് ഭാഗവും നമുക്കിതുപോലെ ഒട്ടിക്കിട്ടും, എല്ലാവർക്കും അറിയായിരിക്കും. എന്നിട്ട് അതിൻ്റെ സ്റ്റിക്കർ എടുത്തതിന് ശേഷം ഇതുപോലെ നമ്മളൊന്ന് എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കേണ്ടത് അവിടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിതുപോലെ ചന്ദനത്തിരി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു കുഴപ്പമില്ല, നല്ലൊരു സ്റ്റാൻഡാണ്. അപ്പം ഈ ഒരു പേനയുടെ ക്യാപ്പിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് കത്തിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ ചന്ദനത്തിരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ 2 or 3 വേണമെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കിതിൻ്റെ ആ ഒരു ഇതിൽ നിന്ന് അടർത്തി എടുക്കണം കേട്ടോ, നമ്മുടെ ആ ചന്ദനത്തിരി ആ കമ്പിൽ നിന്ന്. അപ്പോൾ ഞാനിത് ഫുള്ള് ഈ ഒരു പാത്രത്തിലേക്കൊന്ന് അടർത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ഫുള്ള് ഞാനിതിലേക്ക് അടർത്തിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ബേക്കിംഗ് സോഡയാണ്. അപ്പോൾ 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം കേട്ടോ. അടപ്പിന് ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കണം, എന്നാലേ ആ ഒരു സ്മെല്ല് പുറത്തേക്ക് വരുള്ളൂ. ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിലെ അലമാരിയിലോ കബോർഡിലൊക്കെ നമ്മൾ തുണിയൊക്കെ വെച്ചിരിക്കുന്ന ഷെൽഫിലൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു സ്മെല്ലായിരിക്കും. നമ്മുടെ തുണികൾക്കൊക്കെ നല്ല അടിപൊളി ഒരു സ്മെല്ലായിരിക്കും കേട്ടോ. മുഷിഞ്ഞ മണോ ബാഡ് സ്മെല്ലോ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത ടിപ്പ് നോക്കാം. ഞാനിവിടെ 2 കർപ്പൂരം ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ 1 സ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കായമാണ്. കായമൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഒരല്പം കായപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട കേട്ടോ, കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഡിഷ് വാഷാണ്. നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് വേണേലും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, പച്ചവെള്ളമല്ല. ചെറിയൊരു ചൂടുവെള്ളം വേണം, എന്നാലേ ഉള്ളൂ നമ്മുടെ ബേക്കിംഗ് സോഡയും കർപ്പൂരവും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നമുക്ക് ഈ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടത്തുള്ളൂ. അതിനുവേണ്ടിയാണ് കേട്ടോ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം. ഈ സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമ്മളൊരു സാധാ ജ്യൂസിൻ്റെ കുപ്പിയിലൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ അടപ്പിന് ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മളിത് അടച്ചിട്ട് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യുക. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവും, ചിതലുറുമ്പൊക്കെ ഉണ്ടാവും. ഈ ഉറുമ്പാണ് കേട്ടോ പിന്നെ ചിതലായിട്ട് മാറുന്നത്, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ വീടിനുള്ളിൽ കട്ടളയുടെയും വാതിലിൻ്റെ അതുപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ വന്നിട്ട് അവർ കൂട് കൂട്ടി അവിടെ ഒരു ഹോളൊക്കെ ആക്കിയെടുക്കും ഇങ്ങനെ. എന്നിട്ട് നമ്മൾ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അവരുടെ ശല്യം ഉണ്ടാകത്തില്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ രാവിലെയും അതുപോലെ തന്നെ വൈകിട്ടും ഇതുപോലെ ഒന്ന് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ പിന്നെ ഒരു ശല്യം മാറിക്കിട്ടും കേട്ടോ. പിന്നെ അവിടെ ഹോൾസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും വെച്ചിട്ട് ആ ഹോൾസൊക്കെ ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ പിന്നെ അവരുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ. അതുപോലെ ഭിത്തിയിലൊക്കെ ഇതുപോലെ ഉറുമ്പിൻ്റെ ആ ഒരു ലൈൻ കണ്ടോ ഇങ്ങനെ പോകുന്നുണ്ട്, അവിടെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം വീടിനുള്ളിലായാലും പുറത്തായാലും ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെതലുറുമ്പിൻ്റെ ശല്യം ഇല്ലാതാക്കാൻ പറ്റും കേട്ടോ. അപ്പം നല്ലൊരു ടിപ്പാണ്, എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ. പിന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് വീടിൻ്റെ പരിസരത്തോ പിന്നെ ചെതലോ ഉറുമ്പോ ഒന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.